മൂഴിക്കുളം പാലത്തിനടിയിൽ പുഴയിൽ നിന്ന് 8.5 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കല്യാണിയുടെ മൃതദേഹം കിട്ടിയത്. കല്യാണി അങ്ങനെ ഒരു നോവായി മാറി. അംഗനവാടിയിൽ നിന്ന് ഒക്കത്തിരുത്തി കൊണ്ടുപോയി പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കിട്ട് കൊന്നുകളഞ്ഞു. കുട്ടി മരണപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തേക്ക് കുട്ടിയെ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ടും ഒരു കൂസലുമില്ലാതെ ബസ് പിടിച്ചും ഓട്ടോ പിടിച്ചുമൊക്കെയായി ആ സ്ത്രീ വീട്ടിലെത്തി. സ്വന്തം വീട്ടിലെത്തിയപ്പോൾ സാധാരണ ചോദ്യം, കുഞ്ഞെവിടെ? അറിയില്ല, ഞാൻ ഓർക്കുന്നില്ല എന്നുള്ള മറുപടി. ഇതിനുശേഷം ഭർത്താവ്, അതായത് കുഞ്ഞിന്റെ അച്ഛൻ, കുഞ്ഞിനെ കാണാതെ വിളിക്കുമ്പോൾ അന്നേരവും മറുപടി ഓർമ്മയില്ല എന്നുള്ളത്. പിന്നെയും മണിക്കൂറുകൾ കടന്നുപോയി. അവസാനം പോലീസ് വീട്ടിലെത്തി ആ സ്ത്രീയെ ചോദ്യം ചെയ്തപ്പോൾ അറിയുന്നു താൻ തന്റെ മകളെ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കിട്ട് കൊന്നുകളഞ്ഞുവെന്ന്. നാട്ടുകാർ ഉൾപ്പെടുന്ന സംഘം ചേർന്നുള്ള തെരച്ചിലിൽ കല്യാണിയെ തിരിച്ചു കിട്ടി. ജീവനോടെയല്ല, തന്നെ കൊന്നുകളഞ്ഞ കൊലപാതകിയുടെ പേര് തന്നെയായിരിക്കും അവൾ അവസാന നിമിഷവും പറഞ്ഞിട്ടുണ്ടാവുക. അമ്മയെ എന്ന് വിളിക്കാതെ ആ കുഞ്ഞുമകൾ മരണത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ടാവുകയില്ല. മീഡിയകൾ മൈക്കും തൂക്കി ഓടിയത് അമ്മയുടെ വീട്ടിലേക്കും അച്ഛന്റെ വീട്ടിലേക്കുമാണ്. അമ്മയുടെ വീട്ടുകാർ നിഷ്പ്രയാസം പറഞ്ഞു ഭർത്താവിന്റെ വീട്ടില് അവൾക്ക് പീഡനമുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ട് അവൾ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു എന്നൊക്കെ. അച്ഛന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരും പറഞ്ഞു അവൾക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടായിരുന്നു, അവൾ ശരിയല്ലായിരുന്നു എന്നൊക്കെ. ഈ ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലും ഒക്കെ കാണാതിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ആ കുഞ്ഞിന്റെ മരണത്തിലുള്ള വിയോഗം. അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാൻ വേണ്ടി മാത്രമാണ് രണ്ടു കൂട്ടരും മത്സരിക്കുന്നത് കണ്ടത്. എന്താണെങ്കിലും അമ്മ എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ത്രീ നല്ല രീതിയിൽ മാനസികാസ്വസ്ഥമുള്ള ഒരു സ്ത്രീയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. 2-3 ചോദ്യങ്ങളേ ഉള്ളൂ. ഈ മാനസികാസ്വസ്ഥതയുള്ള ഒരു മകളെ എന്തിന് മറ്റൊരു വീട്ടിലേക്ക് കല്യാണം എന്നുള്ള പേരിൽ അയക്കണം? 2 കുട്ടികൾ എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് കല്യാണം വഴി എന്തുകൊണ്ട് അവളെ തള്ളിവിടണം? ഇങ്ങനെയുള്ള അവസരത്തിൽ മക്കളെ എന്തുകൊണ്ട് വീട്ടിൽ നിർത്തിക്കൂടാ? മറ്റു കുറെ പേരെ കൂടി ബാധിക്കുന്ന രീതിയിൽ കല്യാണം എന്നുള്ള മാർഗത്തെ എന്തിനു നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു? ഇനിയും അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ കാര്യത്തിലേക്ക് വരാം. അവൾ ഒരു മാനസിക രോഗിയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയവരാണ് ഭർത്തൃ വീട്ടുകാർ. അവൾ അത് സ്പഷ്ടമായി പല സമയങ്ങളിൽ കാണിച്ചിട്ടുള്ളതുമാണ്. അവളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് തെളിവായി പല സമയങ്ങളിലും അവൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിലൊരു തവണ കല്യാണി എന്ന പിഞ്ചു കുഞ്ഞിന്റെ നെഞ്ചത്ത് അവളുടെ കൈപ്പാടുകൾ പതിഞ്ഞിരുന്നു. ഒരു തവണ തന്റെ മകൻ താൻ പറഞ്ഞത് തന്റെ ഭർത്തൃ വീട്ടുകാരോട് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഐസ്ക്രീമിനകത്ത് വിഷം ചേർത്ത് കൊടുക്കാൻ ശ്രമിച്ചു. അത് തടഞ്ഞ് ബാത്റൂമിനുള്ളിലേക്ക് കയറിയ 2 കുട്ടികളെയും 3 കിലോയോളം ഭാരമുള്ള ടോർച്ച് വെച്ച് തലയ്ക്കടിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഓടി. ഈ പറയുന്ന സ്ത്രീയുടെ അമ്മ തന്നെ ആ കുട്ടികളെ തിരിച്ച് ഭർത്തൃ വീട്ടിലേക്കാക്കി. ഈ ഉപദ്രവത്തിന്റെ പാർശ്വഫലമായി കല്യാണിയുടെ തല മുഴിച്ചു തന്നെ ഇരുന്നിരുന്നു. ഇപ്പോൾ അവർക്ക് ഈ സ്ത്രീയെ കുറിച്ച് ഒരു നല്ലത് പറയാനില്ല. എങ്കിൽ പിന്നെ 2 ജീവനുകളെ അവരെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു?